Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip, and I don't plan to visit. I'm gonna stay there till I feel like I'm winning all. And this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting. ഗോവയിൽ 22ഓളം ബീച്ചുകളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അഞ്ജുന ബീച്ച് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ വിഷ്വൽ ജേണി. ഗോവയിലെ പാർട്ടി വൈബുള്ള അല്ലെങ്കിൽ രാത്രികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ബീച്ചുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഞ്ജുന ബീച്ചും ബാഗ ബീച്ചും കല്ലങ്കോട് ബീച്ചുമൊക്കെ അതിലുണ്ടാവും. ഇവിടെ തീരവും തിരകളും തീരത്തെ മനുഷ്യരും എല്ലാവരും ഒരുപാട് സന്തോഷത്തിലും ആഘോഷത്തിൻ്റെ ഒരു മൂഡിലൊക്കെയാണ്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ചക്രവാളം നിറങ്ങളാൽ നിറഞ്ഞ് തുടുത്ത് കിടക്കുവാണ്. സീസൺ ടൈമിൽ പൊതുവെ ഫോറിനേഴ്സിനെ കൊണ്ട് നിറയുന്ന തീരമാണിതൊക്കെ. പിന്നെ വെയിലിന് ചൂട് കൂടുന്നതോടെ ദേശാടനക്കാരൊക്കെ പതുക്കെ കളം കാലിയാക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ വെക്കേഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ നാട്ടുകാരാണ് കൂടുതലായിട്ടും ഉള്ളത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ്. എല്ലാവരും ഒരു പ്രത്യേക സെലിബ്രേഷൻ മൂഡിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. വീക്കെൻഡ് ചിലവഴിക്കാൻ വന്നവരാണ് കൂടുതലും ഉള്ളത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. സൗത്ത് ഇന്ത്യൻസ് വളരെ കുറവാണ്. ഏതായാലും ആ കുറവ് നികത്താനായിട്ട് 550 കിലോമീറ്ററുകൾക്കിപ്പുറം ഞങ്ങളിവിടെ ഉണ്ട്. കൂട്ടുകാരോടൊപ്പമായാലും കുടുംബത്തോടൊപ്പമായാലും ഇനി കുട്ടികളോടൊപ്പമായാലും അതല്ല ഇനി തനിച്ചായാലും എല്ലാവരും ഒരു പ്രത്യേക ചിൽ മൂഡിൽ തന്നെയാണ് ഇവിടെ സമയം ചെലവഴിക്കുന്നത്. മെയ് മാസത്തിലെ 2ാമത്തെ വീക്കെൻഡാണിത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും തിരക്ക് വളരെ കുറവാണ്. ഡിസംബർ ആ ടൈമൊക്കെ ആണെങ്കിൽ ഇവിടെ പൂഴി ഇട്ട് കഴിഞ്ഞാൽ നിലത്ത് വീഴാത്ത അത്രയും തിരക്കായിരിക്കും. അത്രയും ഒരു ബീച്ച് വൈബുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അഞ്ജുന ബീച്ചിൽ വൈകുന്നേരം ഈവനിങ് അഞ്ജുന ബീച്ചിലും രാത്രി ബാഗ ബീച്ചിലും. അത് കഴിഞ്ഞ് നാളെ എഴുന്നേൽക്കുന്നതിനനുസരിച്ച് റെയ്സ് മാഗോസ് ഫോർട്ട്, പിന്നെ അഗോഡ ഫോർട്ട്, അത് കഴിഞ്ഞിട്ട് സെൻറ്റ് സേവർ ചർച്ച് കൂടി ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. പിന്നെ വൈകുന്നേരത്തോടെ ഇവിടുന്ന് ഗോവയോട് ബൈ ബൈ പറയണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. റെസ്റ്റോറൻ്റ് ആണോ പബ്ബാണോ ബാറാണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സ്ഥലമാണിത്. ഇവിടെ എല്ലാം കിട്ടും. ലിക്കറുണ്ട്, ഫുഡുണ്ട്, ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഹുക്ക വലിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതും ഇവിടെ കിട്ടും. കുറേ പേരൊക്കെ അവിടെ ഇരുന്ന് ഹുക്ക വലിക്കുന്നുണ്ട്. ഞങ്ങൾക്കാർക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല. പൊന്മാൻ്റെ സ്റ്റിക്കറുള്ള കുപ്പിയിൽ നിന്നും ഫ്രൂട്ട് ജ്യൂസും കുടിച്ച് അഞ്ജുനയിലെ തിരമാലകളും നോക്കി കടൽക്കാറ്റേറ്റ് ഞങ്ങളങ്ങനെ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു. സമയം പോയത് അറിഞ്ഞതേയില്ല.
ഇരുട്ടിന് കനം കൂടുന്നതിനനുസരിച്ച് ഫാൻസി ലൈറ്റുകളുടെ തെളിച്ചം കൂടി വരുന്നുണ്ട്. നൈറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തീരവും തിരകളും പബ്ബുകളൊക്കെ ഒരുങ്ങുന്നതിൻ്റെ ഒരു തിരക്കിലാണിപ്പോൾ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലും പബ്ബുകളിലും ഒക്കെ DJ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ആകെ ഒരു ബഹളമാണിപ്പോൾ. ഒരു ലോങ് വീക്കെൻഡ് നൈറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അഞ്ജുന ബീച്ച് റെഡിയായ പോലെ ഒരു ഫീലിംഗ് ആണിപ്പോൾ. ഞങ്ങളേതായാലും നൈറ്റ് ചിലവഴിക്കുന്നത് അഞ്ജുന ബീച്ചിലല്ല, ബാഗ ബീച്ചിലാണ്. ബാഗ ബീച്ചിലെ ഒരു നൈറ്റ് ക്ലബിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോകേണ്ട പരിപാടി നോക്കുകയാണ്. നമുക്കിനി ബാഗ ബീച്ചിൽ കാണാം.